മലപ്പുറം ജില്ലയിലെ തിരുനാവായ കായൽമഠം തറവാട്ടിലേക്കാണ് ഇന്നത്തെ കൃഷിദർശൻ യാത്ര. ഒരു കാലത്ത് ഈ എരുത്തിൽ നിരവധി പശുക്കളെയും കാളകളെയും പോത്തുകളെയും കൊണ്ട് നിറഞ്ഞിരുന്നു. വീട്ടുമുറ്റത്ത് കൊയ്തു പുഴുങ്ങിയ നെല്ല് കുമിഞ്ഞുകൂടി കിടന്നിരുന്നു. തറവാടിന്റെ പ്രതാപകാലത്ത് പ്രൗഢിയുടെ പ്രതീകമായിരുന്ന നെല്ലറ. പിൻതലമുറക്കാരെല്ലാം പുറം രാജ്യങ്ങളിൽ ജോലി തേടി പോയതോടെ ആരും നോക്കാനില്ലാതായി. ഈ തറവാട്ടിൽ ഇപ്പോൾ മുഴുവൻ സമയ കർഷകരായിരുന്ന കുഞ്ഞുമോന്റെയും മക്യ ഉമ്മുവിന്റെയും മകനായ കോയാമുട്ടിയും കുടുംബവുമാണ് ഉള്ളത്. കോയാമുട്ടിയുടെ ജീവിതം ഈ ഗ്രാമത്തിന്റെ 4 അതിരുകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. കുറേ കാലം വിദേശ രാജ്യങ്ങളിലായിരുന്നു. മടങ്ങി വന്നപ്പോൾ പാരമ്പര്യമനുസരിച്ചുള്ള കൃഷിപ്പണിയിൽ ചില മാറ്റങ്ങൾ വരുത്തി കൃഷിയിലേക്ക് തന്നെ ഇറങ്ങി. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ആദ്യകാലത്ത് ഒരു 90കളുടെ മുന്നേ ഇവിടെ വെറ്റില കൃഷി ചെയ്യുന്നു. മലബാറിലെ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന വെറ്റില കൃഷി ചെയ്യുന്നു. മലബാറിലെ വെറ്റില കൃഷി വരാൻ കാരണം തിരൂരിൽ നിന്ന് മലബാറിലെ ഏറ്റവും വലിയ പാൻ ബസാർ അറിയപ്പെടുന്ന പാകിസ്ഥാനിലേക്കൊക്കെ വെറ്റില കയറ്റി വിട്ടുന്നത്. പിന്നെ അതൊക്കെ നിർത്തപ്പെട്ട് അതോടുകൂടി വെറ്റിലക്കുള്ള ജോലിക്കാരെ പ്രയാസം, അതിനുള്ള രോഗങ്ങളൊക്കെ സഹിക്കാൻ വയ്യാതപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ഒരു പുതിയ കൃഷിരൂപം നിൽക്കുന്ന ജാതിക്കയിലേക്ക് എത്തിയത്. ജാതിക്ക, മറ്റുള്ള കവുങ്ങ്, തെങ്ങ് ഇതിലേക്കാണ് കടന്നത്. ഇപ്പോൾ നമ്മൾ ജാതിക്ക കൃഷി വളരെ വിജയമാണ്, വലിയ പരാജയം വന്നില്ല. ഒന്നാമത്തെ 2 വിജയമാണ് ഇതിനുള്ളത്. ഒന്നാമത്തെ ഇത് പറിച്ചെടുക്കാനൊരു കൂലിക്കാരൻ്റെ ആവശ്യമില്ല, വീട്ടുകാർക്ക് തന്നെ സംഭരിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണത്. അതുകൊണ്ടൊരു വലിയൊരു ലാഭമില്ല, അങ്ങനെ ഉണ്ട്. പിന്നെ വളരെ കൂലി ചിലവ് കമ്മിയാണ്. ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നനച്ചു കൊടുക്കുക എന്നുള്ളത് കാര്യമായിട്ട് വലിയൊരു പണിയൊന്നുമില്ല. വളം ചേർക്കിയിട്ട് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അതിൻ്റെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലാഭം ഒക്കെ കൂടി മെനക്കെട്ട് നമ്മൾ ജാതിക കൃഷി എന്ന് വിജയമാണ്. നമ്മളെ വാപ്പായിട്ട് ഒക്കെ വെറ്റില കൃഷിയും കാര്യമൊക്കെ വാപ്പാൻ്റെ ഒരു മരിക്കണതിൻ്റെ ഒക്കെ അടുത്തായിട്ട് 90 കാലഘട്ടത്തിലാണ് ജാതിക കൃഷി വന്നത്. വാപ്പൻ്റെ ജാതികൊക്കെ വെച്ചത് ആദ്യം നഴ്സറിയിൽ നിന്ന് കൊടുത്തിട്ട് 10 തൈയിൻ്റെ ചോട വെച്ചിട്ട് പിന്നെ വാപ്പ സ്വന്തമായിട്ട് വികസിച്ച് എടുത്ത് വെച്ചതാണ് ഈ തൈകളൊക്കെ. അതിൽ നിന്ന് ബാക്കിയൊന്നും വാങ്ങിയതല്ല. ആകെ 4-5 തൈ 10 തൈകളെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വികസിപ്പിച്ചിട്ട് വാപ്പ എടുത്തു. വാപ്പ നല്ലൊരു കൃഷിയിൽ ഭയങ്കര വായനയും കാര്യവും കൃഷിനെ പറ്റി വലിയ അറിവായിരുന്നു. പിന്നെ പല പ്രാവശ്യം തിരുനാവായ ഗ്രാമപഞ്ചായത്ത് തിരൂർ ബ്ലോക്കിൽ നിന്നൊക്കെ കൃഷിൻ്റെ അവാർഡുകളും കാര്യമൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മളും തന്നെ ഇടക്കാലം വെച്ചൊന്ന് ഗൾഫിൽ പോയി. അതിൻ്റെ മുന്നേയും ഈ കൃഷി മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടും. നമ്മൾ ഇപ്പോൾ വന്നിട്ട് 6-7 വർഷം പോലെ തുടർന്നും കൃഷിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളൊക്കെ ജീവിതമാർഗവും കാര്യമൊക്കെ കൃഷി തന്നെയാണ് ഇന്ന് വരെ. തെങ്ങിനും കവുങ്ങിനും ഇടവിളയായി 80 മൂട് ജാതിയാണ് കോയാമുട്ടിയുടെ പറമ്പിലെ പ്രധാന കൃഷി. കേരളത്തിൽ വളരെ പ്രചാരമുള്ളതും ലാഭകരവുമായ ഒരു സുഗന്ധ വ്യഞ്ജന കൃഷിയാണ് ജാതി. പുരാതന കാലത്ത് എന്ന പോലെ തന്നെ ആധുനിക കാലത്തും മേന്മ ഒട്ടും നഷ്ടപ്പെടാത്ത സുഗന്ധ വ്യഞ്ജനമാണ് ജാതിക്ക. ജാതി കൃഷിയിൽ നല്ല വിളവ് കിട്ടാൻ ഏറ്റവും യോജിച്ചത് ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ്. ഇതാണ് കേരളത്തിൽ ജാതി കൃഷിക്ക് നല്ല വിളവ് ലഭിക്കാൻ കാരണം. കൃഷി ചെയ്യുന്ന മണ്ണിൽ ധാരാളം ജൈവാംശവും നനയ്ക്കാൻ വേണ്ടത്ര വെള്ളവും ആവശ്യമാണ്. കോയാമുട്ടി സ്പ്രിംഗ്ലർ സംവിധാനത്തിലാണ് നനയ്ക്കാറുള്ളത്. ജലാംശം നിലനിർത്താനായി നന്നായി പുതയിടുകയും ചെയ്തിട്ടുണ്ട്. ചകിരിത്തൊണ്ട് ചുവട്ടിൽ അടുക്കിയും ജലാംശം നിലനിർത്താം.
മൂപ്പെത്തുന്നതിന് മുൻപ് തന്നെ കായ്കൾ വിണ്ടുപൊട്ടി പൊഴിഞ്ഞു വീഴുന്നത് ജാതി കൃഷിയെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ്. അശാസ്ത്രീയമായ വളപ്രയോഗം വഴി മണ്ണിലെ പൊട്ടാഷ്യത്തിന്റെ അളവ് കുറയുന്നതും കായ് പൊഴിച്ചിലിന് കാരണമാവുന്നു. ചൂട് കൂടുമ്പോഴും നന കുറയുമ്പോഴും കുമിൾ ബാധ വരുമ്പോഴും കായ് പൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്. ജാതികൾക്ക് ഒരു മുഖ്യ രോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായ് നമ്മൾ വിരിഞ്ഞ് ശരിക്കും ഒരു കോട്ടിയുടെ വലുപ്പത്തിലാകുമ്പോൾ ഒരു വാട്ട രോഗം വരും. ആ വാട്ട രോഗം വരും ഒരു രോഗമാണത്. അപ്പോൾ വലിയ തുരിശ് അങ്ങനത്തെ സാധനമൊക്കെ മരുന്നടിച്ചു കൊടുക്കലാണ് അതിൻ്റെ പ്രതിവിധി. രണ്ടാമത്തെ ഒരു രോഗം എന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ മരത്തിന് വണ്ണം വെക്കുമ്പോൾ വിള്ളൽ വരുന്നുണ്ട്. കൊമ്പിൻ്റെ ഒരു വണ്ണമുള്ള കൊമ്പ് പൊട്ടി പോകാൻ തരും. അപ്പോൾ കൊമ്പ് മുറിച്ച് ഒന്ന് ഒഴിവാക്കി കൊടുക്കുക രണ്ടാമത്തെ അതിൻ്റെ ഒരു രീതി. മൂന്നാമത്തത് ഇതേമാതിരി ഇതിൻ്റെ ചുള്ളൽ ഇങ്ങനെ ഉണങ്ങി വരും. ആ ചുള്ളൽ നമ്മൾ ഉണങ്ങി തുടങ്ങുമ്പോൾ തന്നെ അത് മുറിച്ച് ഒഴിവാക്കുകയാണെങ്കിൽ മറ്റുള്ള ഭാഗത്തേക്ക് ബാധിക്കാതിരിക്കാൻ വളരെ നന്നായിരിക്കും. ഇതാണ് ഇപ്പോൾ ജാതികക്കുണ്ടതിൻ്റെ വേറെ രോഗം. പിന്നെ അതിന് മെയിനായിട്ട് ആവശ്യം വെള്ളം. ആ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു കായും ശരിക്കും ഒരു ദിവസം പോലും നിൽക്കില്ല. കായ്കൾ പറിക്കുകയും വിത്തുകൾ ശേഖരിക്കുകയും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ജാതിപത്രിയും ശേഖരിച്ച് ഉണക്കിയെടുക്കണം. ഒരാഴ്ച കൊണ്ട് ജാതിക്കായ് ഉണങ്ങിക്കിട്ടും. പുകയിൽ ഉണക്കുന്നതിനേക്കാൾ വെയിലിൽ ഉണക്കുന്നതാണ് നല്ലത്. ജാതിപത്രി ഉണക്കുമ്പോൾ നല്ല ചുവപ്പ് നിറം കിട്ടും. നല്ല നിറമുള്ള ജാതിപത്രിക്ക് നല്ല വിലയും ലഭിക്കും. നമ്മളിപ്പോൾ ജാതിക്ക അടക്കമൊക്കെ ജാതിക്ക ഒരു വർഷക്കാലത്താണ് ഉണ്ടാകുന്ന ഒരു സീസണ്. ആ സമയത്ത് എടുത്ത് ജാതിപത്രി വേറെ തോടായിട്ട് മുരട്ടനിടും. അതിൻ്റെ പുറത്തോട് അത് എടുത്തിട്ട് ജാതിപത്രിയും വെവ്വേറെ തിരിക്കും. രണ്ടും വെവ്വേറെ തിരിച്ച് കഴിഞ്ഞിട്ട് രണ്ടും വർഷക്കാലം ആയതുകൊണ്ട് വല്ല ഓവലിലോ അതല്ലെങ്കിൽ വല്ല പുകയത്തൊക്കെ ഇട്ട് രണ്ടും ഉണക്കി പിന്നെ രണ്ടും അതിൻ്റെ ഇവിടെ എത്തിയുള്ള ആവശ്യക്കാർ നമ്മളെ വീട്ടിലെത്തലാണ്. അത് തിരൂരിൽ നിന്ന് പിന്നെ പെരുമ്പാവൂരിൽ നിന്ന് കാലടിയിൽ നിന്ന് കൊല്ലത്ത് ആ ഭാഗത്തുള്ള പല ഭാഗത്തും ആൾക്കാർ അത് നമ്മൾ വീട്ടിലെത്തിട്ട് വെക്കലാണ്. ആ സമയത്ത് അടക്ക നമ്മൾ കൊല്ലം ഒന്നായിട്ട് സ്വരൂപിച്ച് അത് ഉണക്കി അതിനെ ഫുള്ള് ഉണക്കായി അത് പാത്ത് വെച്ച് പിന്നെ അത് പൊളിച്ച് അത് മാർക്കറ്റിലേക്ക് തൊട്ടടുത്തുള്ള മാർക്കറ്റിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഇത് രണ്ടും വിപണനം ചെയ്യുന്നത്. കോയാമുട്ടിയുടെ മറ്റൊരു സുഗന്ധ വ്യഞ്ജന വിളയാണ് പന്നിയൂർ 1 ഇനം കുരുമുളക്. കണ്ണൂർ ജില്ലയിലെ പന്നിയൂർ കാർഷിക സർവകലാശാലയുടെ കുരുമുളക് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഉയർന്ന വിളവ് നൽകുന്നതും മെച്ചപ്പെട്ടതുമായ ഒരു കൂട്ടം കുരുമുളക് സങ്കര ഇനങ്ങളാണ് ഇവ. ആയിരത്തി 1967 പുറത്തിറങ്ങിയ പന്നിയൂർ 1 ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം കുരുമുളകാണ്. നീളമുള്ള കതിരുകൾ, വലിയ കായ്കൾ, കേരളത്തിലെയും കർണാടകത്തിലെയും ഉഷ്ണമേഖലാ പ്രദേശങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള മികച്ച കഴിവ് എന്നിവ ഇതിനെ ജനപ്രിയമാക്കുന്നു. ഇതിൻ്റെ പുറകിൽ കാണുന്ന പന്നിയൂർ കുരുമുളക് അത് ഏകദേശം ഒരു 60 വർഷം മുന്നേ എൻ്റെ പിതാവ് വയനാട് ഭാഗത്ത് നിന്ന് കൊടുന്ന് ഈ നാട്ടിൽ ഈ പഞ്ചായത്തിലും ഇതിനെ പുറത്തൊക്കെ ആയിട്ട് ഈ നാട്ടിൽ ആദ്യം വികസിപ്പിച്ചെടുത്തൊരു സാധനമാണിത്. അന്ന് കൂടി ഇന്നിപ്പോൾ നമ്മളെടുത്തൊരു 150-200 മൂട് നമ്മളെടുത്തുന്നുണ്ട് കുരുമുളക്. പക്ഷെ അതിനൊരു രോഗമുണ്ട്, ഒരു മഞ്ഞ രോഗം. ഒരു വർഷത്തിൽ ചിലപ്പം 2 വർഷം കൂടുമ്പോൾ മഞ്ഞ രോഗം വന്നു കഴിഞ്ഞാൽ വള്ളി ഒന്നായിട്ട് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയത് വെച്ച് കൊടുക്കണം. ആ രോഗത്തിനുള്ള ചികിത്സ ഈ തുരിശി, കുമ്മായം ഇതൊക്കെ കലക്കി ഒഴിക്കലാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പിടിച്ചു നിൽക്കുന്നുണ്ട്. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന കശുമാവാണ് കോയാമുട്ടിക്ക് മികച്ച ലാഭം നൽകുന്ന ഒരു ദീർഘകാല വിള. കേരളത്തിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന ഒരു വൃക്ഷമാണ് കശുമാവ്. പറുങ്ങാവ്, പറങ്കിമാവ്, കപ്പൽമാവ്, പറങ്കിമുച്ചി എന്നീ പേരുകളിൽ ദേശവ്യത്യാസമനുസരിച്ച് അറിയപ്പെടുന്ന ഈ ഉഷ്ണമേഖല നിത്യഹരിത വൃക്ഷത്തിന്റെ പോഷക സമൃദ്ധവും രുചികരവുമായ കശുവണ്ടി എന്നറിയപ്പെടുന്ന വിത്താണ് സാധാരണ ഉപയോഗിക്കുന്നത്. തികച്ചും ആരോഗ്യകരവും പോഷകങ്ങൾ നിറഞ്ഞതുമാണ് ഇതിന്റെ വിത്തും ഫലവും. കശുമാമ്പഴം ഇളം ചുവപ്പ് മുതൽ മഞ്ഞ നിറം വരെയുള്ള വർണ്ണങ്ങളിൽ കാണപ്പെടുന്ന ഒരു പഴമാണ്. വിത്തുകൾ നട്ടാണ് പ്രധാനമായും ഇവയുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്.
വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കശുമാവ് കൃഷിക്ക് ബഡ്ഡിംഗ് രീതിയിൽ ഉൽപ്പാദിപ്പിച്ച തൈകൾ ഉപയോഗിക്കുന്നു. കാലതാമസം കൂടാതെ ഫലലഭ്യത ഉറപ്പുവരുത്തുന്നതിനാണ് ഇത്. കശുവണ്ടി തോടിൽ നിന്നെടുക്കുന്ന എണ്ണ, വാർണിഷ്, പെയിന്റ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. തലമുറകളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നൊരു കൃഷിക്ക് ആവശ്യമുള്ളൊരു കുളമാണിത്. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കുളത്തിമ നിങ്ങളിപ്പോൾ കരിങ്കല്ലുമ കൊത്തിവെച്ചതും കണ്ടാൽ അത് ഉണ്ടാക്കിയ ആളും അതിൻ്റെ വർഷവും 1884 കായൽമഠത്തിൽ ചേക്കുട്ടി എന്ന് പറഞ്ഞ ആളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് 5ാമത്തെ തലമുറ. ആ 5 തലമുറ ആദ്യകാലത്ത് തേക്ക് കൊട്ടിയും മറ്റു കോരിയിട്ടും ഉപയോഗിച്ച് കൃഷി നനച്ച്, പിന്നെ അത് ആൾക്കോൺ മെഷീനിലേക്ക് മാറി, പിന്നെ അത് ഇംഗ്ലീഷ് മെഷീനിലേക്ക് മാറി. ഇപ്പോൾ അത് ആധുനിക രൂപത്തിലുള്ള ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് നമ്മൾ ഇന്ന് ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാലം തൊട്ട് ഇന്ന് വരെ ഈ കുളത്തു നിന്നാണ് ഈ ഒരു പറമ്പ് നനച്ചുകൊണ്ട് എല്ലാ കൃഷിക്കുള്ള വെള്ളം ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത്. തലമുറകളായിട്ട് അങ്ങനെ തന്നെയാണ് എന്നും നമ്മൾ ശീലിച്ച് വരുന്നത്. ഇന്ന് അന്നത്തെ കൃഷി എന്ന് പറഞ്ഞാൽ വെറ്റില, കവുങ്ങ് ഇതൊക്കെയാണ്. ഇന്ന് നമ്മൾ ജാതി, കവുങ്ങ്, തെങ്ങ്, കുരുമുളക്, അങ്ങനെ ഇടവിള കൃഷികളായിട്ടുള്ള മഞ്ഞൾ, ചേമ്പ്, ചേന മുതലായവയാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ആവശ്യത്തിനുള്ള എല്ലാവിധ പഴവർഗ്ഗങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 100 വർഷത്തോളം ജീവിത ദൈർഘ്യമുള്ളതായി കണക്കാക്കപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഈന്ത്. തെങ്ങിന്റെ ഓലയോട് സാമ്യമുള്ള പട്ടകളാണ് ഈന്തിന്റെ ഏറ്റവും വലിയ ആകർഷണം. നെല്ലിക്കയോളം വലിപ്പത്തിൽ കട്ടിയുള്ള തോടോടുകൂടിയ ഈന്തിന്റെ കായാണ് ഇതിന്റെ ഫലം. വടക്കൻ കേരളത്തിൽ ചിലയിടങ്ങളിൽ ഈന്തിൻ കായ ഉണക്കി ഈന്തിൻ പൊടി എന്ന വിശിഷ്ട വിഭവം തയ്യാർ ചെയ്ത് ഭക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ എടുത്ത് കാണുന്ന ഈ കുഴികൾ, ഈ 3.5 ഏക്കർ സ്ഥലത്ത് ഒരു 300ഓളം കുഴികൾ നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഇടവപ്പാതി മഴ പെയ്യിൽ തുടങ്ങുമ്പോൾ ഇതിലൊക്കെ കയറി ചേന വെക്കും. നമ്മൾ ചേന, അതേമാതിരി ചേമ്പ്, അതേമാതിരി മറ്റേ കൂവ, ഒരു സ്ഥലത്ത് പച്ചനിറ കൂവ എന്ന് പറയും നമ്മൾ നാട്ടിൽ. ഇതൊക്കെ ഇതിൽ ഉപയോഗിക്കൽ ഈ വർഷക്കാലം വരുമ്പോൾ. അതിനോട് കൂടിയിട്ട് ഇത് മുഴുവൻ നമ്മൾ തൂർക്കൂല. അതോടുകൂടി ഇതിൽ മഴവെള്ള സംഭരണമായിട്ട് ഉപയോഗിക്കും. കോയാമുട്ടിയുടെ ആദായകരമായ മറ്റൊരു കൃഷിയാണ് വാഴകൃഷി. നേന്ത്രൻ, പാളയംകൊടൻ, പൂവൻ, ഞാലിപ്പൂവൻ, റോബസ്റ്റ എന്നിവയാണ് പ്രധാന കൃഷി. നന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വർഷം മുഴുവൻ കൃഷി ചെയ്യാം. നല്ല നീർവാർച്ചയുള്ള മണ്ണും സൂര്യപ്രകാശവും അത്യന്താപേക്ഷിതമാണ്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളായ മുളക്, വെള്ളരി, വഴുതിന, ബേബി പടവലം, പാവയ്ക്ക, ചുണ്ടങ്ങ തുടങ്ങിയവ സീസൺ അനുസരിച്ച് കോയാമുട്ടി കൃഷി ചെയ്യുന്നു. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ സാധനം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ ചുണ്ടയും അതായത് കാന്താരിമുളകും കൂടി ചുടുവെള്ളത്തിൽ തിളപ്പിച്ച് അരച്ചിട്ട് അതിൻ്റെ കൂടെ അരി വറുത്ത് അത് പൊടിച്ച് അതും കൂടി കൂട്ടി ഉണ്ടയാക്കിയിട്ട് ചോറിൻ്റെ ഒപ്പം ഭക്ഷണത്തിന് നമ്മൾ കുണ്ടാട്ട മുളക് കഴിക്കണ മാതിരി കഴിക്കുന്ന ഒരു സാധനമാണ്. വർഷങ്ങളായിട്ട് നമ്മളെ വീട്ടിൽ ഉമ്മി ഇവരൊക്കെ ഇത് ഉണ്ടാക്കി പോയിട്ടുണ്ട്. ഈ സാധനം ചുണ്ട നമ്മളെ വീട്ടിൽ തന്നെ കാന്താരി മുളക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ബിരിയാണി അടക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഗന്ധം നൽകാൻ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ബിരിയാണി കൈത അഥവാ രംഭ. എല്ലാ വശങ്ങളിലേക്കും വീതി കുറഞ്ഞ നീളമുള്ള ഇലകൾ കാണുവാൻ ഭംഗിയുള്ളതിനാൽ അലങ്കാര ചെടിയായും ഉപയോഗിക്കുന്നു. ഇതിൽ പൂക്കൾ ഉണ്ടാകാറില്ല. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ചെടി 5 അടി വരെ ഉയരം വയ്ക്കും. ഇതിൻ്റെ ഇല വെയിലത്ത് ഉണക്കുകയോ വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയോ ചെയ്യുമ്പോഴാണ് ബിരിയാണിയുടെ ഗന്ധം പുറത്തുവരിക. ഇതിന് നമ്മളോട് ചോറ്റുകൈത എന്ന് പറയും, ചില ഭാഗത്ത് രമ്പയില എന്ന് പറയും, ചിലയിടത്ത് ബിരിയാണി ഇല എന്ന് പറയും. ഇതൊരു ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യമായി. ഇന്ന് ബിരിയാണിയും കാര്യമൊക്കെ ഉണ്ടാകുന്നത് മലബാറിൽ എല്ലാ വീട്ടിലും അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് ഈ ഇല അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ദൈനംദിനം നമ്മളെ ഉപയോഗത്തിന് എടുക്കണം. ചില സസ്യങ്ങളുടെ ഗുണം തിരിച്ചറിഞ്ഞ കോയാമുട്ടി സ്വന്തം തൊടിയിൽ വളർത്തുന്ന സസ്യങ്ങളിൽ ഒന്നാണ് ചായ മൻസ. ഇതിനെ മായൻ ചീര അല്ലെങ്കിൽ മെക്സിക്കൻ ചീര എന്നും അറിയപ്പെടുന്നു.
ചീരവർഗത്തിൽപ്പെട്ട ഇത് ചീരയുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ ചീര തോരൻ വയ്ക്കുന്നത് പോലെ ഇത് കഴിക്കാം. എൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഓർക്കാപ്പുളി എന്ന് പറയും, ചില നാട്ടിൽ പുളിഞ്ചിക്കായി എന്ന് പറയും ഈ മരം. ഇത് വളരെ ഔഷധമുള്ളതാണ് ഈ പുളിഞ്ചിക്കായി, അതായത് ഓർക്കാപ്പുളി എന്ന സാധനം. അതേമാതിരി തൊട്ടടുത്ത് നിൽക്കുന്നതാണ് പിന്നെ കറിവേപ്പില. ഇന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിരിക്കണില്ലേ, പഴയ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വിഷമടിച്ച് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ കറിവേപ്പിലുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെ പരിസരവാസികളൊക്കെ കൊണ്ടുപോയിട്ട് അവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നല്ലത് ഭക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പറമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളായിരുന്നു പണ്ടുകാലം മുതൽ നാം ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവയ്ക്ക് രുചി മാത്രമല്ല പല ആരോഗ്യപരമായ ഗുണങ്ങളുമുണ്ടായിരുന്നു. എന്നാൽ പതിയെ ഇത്തരം സസ്യങ്ങൾ അപ്രത്യക്ഷമായി തുടങ്ങി. സുലഭമായി ലഭിക്കുമെങ്കിൽ പോലും ഇത്തരം സസ്യങ്ങളുടെ ഗുണം അറിയാത്തതുകൊണ്ട് അതിനെ പാഴ്ചെടി ഗണത്തിൽപ്പെടുത്തി കളയുന്നവരാണ് പലരും. നമ്മൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ഈ കൃഷിക്കും വേണ്ടിയിട്ട് ഒരു 2000-2006 വരെ കിട്ടിയതാണ്. ഈ 2.5 ഏക്കർ സബ്സിഡി, 2.5 ഏക്കർ സ്ഥലത്ത് ചെയ്യാൻ സബ്സിഡി കിട്ടി, സ്പ്രിങ്ക്ലർ ചെയ്യാൻ 2 മോട്ടോർ പമ്പ് സെറ്റും അതിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ സർക്കാർ 50% സബ്സിഡി ആയിട്ട് അന്ന് ചെയ്തതെന്നാണ്. ഇപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഒരു 3 ഏക്കർ നടത്തിയാലും വേണ്ട 1 ഏക്കർ നടത്തിയാലും ഒരു ചാക്ക് വളം തരും. അപ്പോൾ നമ്മളതിൽ മെനക്കെട്ട് പോലുമില്ല, വാങ്ങലുമില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അട്ടപ്പാടിയിൽ നിന്ന് വർഷം ഭീമമായ ഒരു സംഖ്യ കൊടുത്ത് വളം കൊണ്ടുവരിക. അത് ആട്ടുംകാട്ടും കോഴിക്കാട്ടും പിന്നെ ചാണകവും എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കർഷകൻ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം വാങ്ങിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വർഷം തോറും ഉപയോഗിക്കുന്നത്. പുതുതലമുറയ്ക്ക് കണ്ടു മനസ്സിലാക്കാൻ ഈ പഴയകാല തൊഴുത്തും വലിയ മുറ്റവും നെല്ലറയും ഇന്നും കാത്തു സൂക്ഷിക്കുന്ന കോയാമുട്ടിയോട് കാലങ്ങളോളം ഇതിങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹത്തോട് പങ്കുവച്ച് നെല്ലറയോടും എരുത്തിനോടും കൈവീശി യാത്ര പറഞ്ഞു. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 047127318770. ഇമെയിൽ ddkrishitvm@gmail.com.